കേവലം അധികാരത്തിന് വേണ്ടി വിഘടനവാദികളോടൊപ്പം കൈ കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ 130 കോടി ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. പൊതുവെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. എന്നാൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ ഓരോരുത്തരെയും ആശങ്കയിലാഴ്ത്തുന്നതാണ്. നമ്മളിപ്പോൾ കാശ്മീരിൽ അവിടുത്തെ കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരൊന്നും സൈന്യത്തിന് നേരെ കല്ലെറിയുന്നത് നമ്മൾ കാണുന്നില്ല. വലിയ രീതിയിൽ ആക്രമണങ്ങളൊന്നും നിലവിൽ കാശ്മീരിൽ സംഭവിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ് ഇന്ത്യൻ ഫോഴ്സിന് നേരെ, അത് CRPF ആയാലും ഡിഫൻസിന് കീഴിലുള്ള ഫോഴ്സ് ആയാലും ഇവർക്ക് നേരെ കല്ലെറിയുന്ന കുട്ടികളെ നമുക്ക് കാണാം. പാകിസ്ഥാന്റെ പതാകയൊക്കെ പിടിച്ച് ഇന്ത്യയെ തെറി വിളിക്കുന്നവരെ നമുക്ക് കാണാമായിരുന്നു. ഇന്ത്യയുടെ പതാകകൾ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി തേക്കുന്നവരെ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം അത് വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. കാശ്മീരിൽ പാകിസ്ഥാൻ പതാക ഉയർന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ഇന്ത്യൻ പതാക ഉയർന്നു. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം പോലും അവർ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അത് നമ്മൾ നിൽക്കുകയാണ്. നല്ല രീതിയിൽ ബിസിനസ്സുകൾ എത്തുന്നു. നമ്മുടെ മലയാളിയായിട്ടുള്ള ലുലു ഗ്രൂപ്പ് പോലും കാശ്മീരിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നു. കാശ്മീരിലെ ടൂറിസം വലിയ രീതിയിൽ വളരുന്നു. എന്നാൽ അത്രയും നല്ല ഒരു സൂചനയല്ല ഇപ്പോൾ കാശ്മീരിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ പാർട്ടിയും സഖ്യത്തിലേക്ക് വരും. ഓൾറെഡി അവർ ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണ്. അവരൊരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സംസ്ഥാന ഇലക്ഷനിലേക്ക് വരാൻ നേരത്ത് ഇവർ തമ്മിൽ രാഹുൽ ഗാന്ധി ആയാലും ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കാശ്മീരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അതും തെറ്റൊന്നുമല്ല. പക്ഷേ ഈ ഫറൂഖ് അബ്ദുള്ളയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മളെ ആശങ്കപ്പെടുത്തും. അവിടെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്നുള്ള രീതിയിൽ വാഗ്ദാനമാണ് നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. അത് ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളെ ആരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നല്ല. നമ്മുടെ രാജ്യത്ത് വീണ്ടും തീവ്രവാദം തിരിച്ചെത്തുന്നു. നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും കുട്ടികൾ പാകിസ്ഥാൻ പതാകയൊക്കെ ഉയർത്തി രാജ്യത്തിന്റെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന ഒരവസ്ഥ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് അവരുടെ വാഗ്ദാനങ്ങൾ വരുന്നത്. ആ വാഗ്ദാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇലക്ഷനെ നേരിടുക എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്, അല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാലിനെ പോലുള്ളവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് ഗുരുതരമായ ഒരു വിഷയമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് BJP എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അവരത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാർട്ടിയാണ്. അവരിൽ വർഗീയതയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ വർഗീയത ഉണ്ടെന്ന് ആരോപിക്കുന്ന, രാജ്യത്ത് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന, ഞങ്ങൾ ജനാധിപത്യവാദികളാണെന്ന് പറയുന്ന, നമ്മൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്ന് പറയുന്ന കോൺഗ്രസ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഇവരുടെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും ഇവരുടെ കൂട്ടുകെട്ടുകളും ഡബിൾ സ്റ്റാൻഡാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവർ പലപ്പോഴും അഴിമതിയെ പറ്റി സംസാരിക്കാറുണ്ട്. ഇവരുടെ കൂട്ടുകെട്ടിൽ നിൽക്കുന്നത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവ് നിലവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അഴിമതി കേസിൽ, കാലിത്തീറ്റ കുംഭകോണ കേസിൽ. അതുപോലുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇവർ പറയും രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യൂ, രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യൂ. ഇനി വർഗീയതയെ പറ്റി പറയാൻ നേരത്ത് BJPയുടെ വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉയർത്തിപ്പിടിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതേ കോൺഗ്രസിന്റെ അലയൻസിനോടൊപ്പം നിൽക്കുന്നത് ശിവസേനയാണ്. നമ്മുടെ നാട്ടിലെ BJPയുടെ അപ്പൂപ്പനായിട്ട് വരും ഹിന്ദുത്വത്തിന്റെ കാര്യത്തിൽ ശിവസേന. ആ ശിവസേനയുടെ സ്ഥാപകനായിട്ടുള്ള ബാൽ താക്കറയുടെ പഴയ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. വിദ്വേഷ പ്രസംഗങ്ങൾ, ഭാഷാവാദം, ഇതെല്ലാം പറയുന്നവരെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡാണ് സാധാരണ കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ എടുക്കാറുള്ളത്. മൂന്നാമത്, നമ്മൾ തീവ്രവാദത്തെ എതിർക്കും എന്ന് പറയുന്ന കോൺഗ്രസ് കാശ്മീരിൽ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ നിരന്തരം പറയുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പലപ്പോഴും നമ്മുടെ സൈന്യത്തെ പറ്റി ഫറൂഖ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി, നാഷണൽ കോൺഫറൻസിന്റെ ലീഡർ, പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത സമയത്തുള്ള സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഒക്കെ ഇന്ത്യയുടെ ഭാഗമാക്കും എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ വളകളല്ല, കുപ്പിയോളകളല്ല, പാകിസ്ഥാന്റെ കയ്യിൽ അണ്വായുധമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഫറൂഖ് അബ്ദുള്ള. നമ്മുടെ രാജ്യത്തെ സൈന്യവും ഭീകരവും ഒരുപോലെ നിന്നുകൊണ്ട് ഒത്തുകളിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫറൂഖ് അബ്ദുള്ള. ഇതുപോലുള്ള പാക് അനുകൂല നിലപാടെടുക്കുന്ന ആൾക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാരൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആർട്ടിക്കിൾ 370 ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, വീണ്ടും തീവ്രവാദ പ്രവർത്തനം ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്, നമ്മൾ ഞെട്ടലോടെയാണ് ഈ വാർത്തകളൊക്കെ കണ്ടത്. നമ്മൾ TV കണ്ടവരാണ് ഇതെല്ലാം. നമുക്കതിന്റെ ഭീകരത എന്താണെന്ന് നന്നായിട്ടറിയാം. നമ്മൾ മലയാളികളായിട്ടുള്ള കമാൻഡോസ് എത്ര പേര് മരണപ്പെട്ടു പോയെന്നും ഇപ്പോഴും നടക്കാൻ പറ്റാതെ നിൽക്കുന്ന മനീഷിനെ പോലുള്ള കമാൻഡോസ് ഉദാഹരണമാണ്. ഈ രീതിയിലേക്ക് ഇനിയും
ഇന്ത്യ പോകണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും BJP എതിർക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ ചെയ്യുന്നത് വർഗീയവാദികളോടൊപ്പം കൈകോർക്കുക, തീവ്രവാദികളോടൊപ്പം കൈകോർക്കുക, വിഘടനവാദികളോടൊപ്പം കൈകോർക്കുക, അഴിമതിക്കാരോടൊപ്പം കൈകോർക്കുക, ഭാഷാവാദികളോടൊപ്പം കൈകോർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ പാർട്ടിയാണ്. ഇപ്പോ കാശ്മീരിൽ അവർ ഫറൂഖ് അബ്ദുള്ളയോടൊപ്പം കൈകോർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിന് വേണ്ടി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ആർട്ടിക്കിൾ 370? എന്തിനു വേണ്ടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് എടുത്തു കളഞ്ഞത്? അതുകൊണ്ട് എന്താണ് നമുക്കുള്ള ബെനിഫിറ്റ്? ആർട്ടിക്കിൾ 370 ഉള്ളത് കൊണ്ട് എന്താണ് കാശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഇഷ്യൂ എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ പല ലീഡേഴ്സും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം എന്ന് വാദിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് ആർട്ടിക്കിൾ 370 അവർ തിരിച്ചു കൊണ്ടുവരണം എന്ന് വാദിക്കുന്നത്? അധികാരത്തിലേക്ക് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നാഷണൽ കോൺഫറൻസ് പോലുള്ള പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പാർലമെന്റിൽ ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. എന്താണ് ആർട്ടിക്കിൾ 370? ബിസിനസ് ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആർട്ടിക്കിൾ 370 ഉള്ളപ്പോൾ നമ്മുടെ രാജ്യത്ത് കാശ്മീരിന് ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എല്ലാ സംസ്ഥാനവും പോലുള്ള ഒരു സ്റ്റാറ്റസ് മാത്രമേ കാശ്മീരിന് കൊടുക്കുന്നുള്ളൂ. കാശ്മീരിൽ നേരത്തെ ആർട്ടിക്കിൾ 370 ഉള്ളപ്പോൾ അവരുടെ 2 തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോ അവിടെ നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അവിടുത്തെ അസംബ്ലിക്ക്, നിയമസഭയ്ക്ക് 6 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു. ഇപ്പോ അത് 5 വർഷം തന്നെ, നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ. കാശ്മീരിന് പ്രത്യേകം പതാക ഉണ്ടായിരുന്നു. ഇപ്പോ കാശ്മീരിന് ദേശീയ പതാക മാത്രമേ ഉള്ളൂ, വെറും പ്രത്യേക പതാകകളൊന്നുമില്ല. പാർലമെന്റ് പാസ്സാക്കുന്ന പല നിയമങ്ങളും കാശ്മീരിലെ നിയമസഭ അംഗീകരിച്ചാൽ മാത്രമേ കാശ്മീരിൽ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോ ഇന്ത്യ പാർലമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ നിയമവും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പോലെ കാശ്മീരിൽ നടപ്പിലാക്കാം. കാശ്മീരികൾക്കല്ലാതെ മറ്റൊരാൾക്കും കാശ്മീരിൽ സ്ഥിരതാമസത്തിനോ കാശ്മീരികളല്ലാത്ത മറ്റൊരാൾക്കും, ഇപ്പം എനിക്ക് കാശ്മീരിൽ പോയി കുറച്ച് സ്ഥലം മേടിക്കാനോ അവിടെ താമസിക്കാനോ പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കാനോ കഴിയില്ല. അവിടെ ഉള്ളവർക്ക് മാത്രമേ സ്ഥലം മേടിക്കാൻ പറ്റൂ, അവിടെ ഉള്ളവർക്ക് മാത്രമേ അവിടെ താമസിക്കാൻ പറ്റൂ. ഇപ്പൊ മലയാളിയായി എനിക്ക് തമിഴ്നാട്ടിൽ പോയി സ്ഥലം മേടിക്കാം, എനിക്ക് കർണാടകയിൽ പോവാം, എനിക്ക് ആന്ധ്രയിൽ പോവാം, എനിക്ക് മഹാരാഷ്ട്രയിൽ പോവാം, ഉത്തർപ്രദേശിൽ പോവാം. പക്ഷെ കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇപ്പോ നമുക്കും പോയി സ്ഥലം വാങ്ങാം, ബിസിനസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം. കാശ്മീരിലുള്ള പെൺകുട്ടികളിലേക്ക് കാശ്മീരിന് പുറത്ത് കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് കാശ്മീരിലുള്ള അവകാശം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാശ്മീരിലുള്ള പെൺകുട്ടികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ കല്യാണം കഴിക്കാം, കാശ്മീരിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് താമസിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ വലിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 പാർലമെന്റിൽ എടുത്തു കളഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിൽ പലരും പോയിട്ട് അത് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ നടപടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ആർട്ടിക്കിൾ 370 ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രം ആണെന്നാണ് സുപ്രീം കോടതി പോലും പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനും പാർലമെന്റിനും പല തരത്തിലുള്ള അധികാരങ്ങളും കാശ്മീരിലുണ്ടായിരുന്നു. എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള പല അധികാരങ്ങളും. നമ്മുടെ ഫോഴ്സിന് പ്രോപ്പറായിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ത്യക്കാരനായ എനിക്കും നിങ്ങൾക്കും ഇല്ലാത്ത പല അവകാശങ്ങളും കാശ്മീരികൾക്കുണ്ടായിരുന്നു. ആ അവകാശങ്ങൾ അവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ടായിരുന്നു. ആ അവകാശത്തിന്റെ പേരിൽ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കാശ്മീർ ശാന്തമുള്ള കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ ഒരു ഗവൺമെന്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല നടപടികളിൽ ഒന്നായിരുന്നു ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്. ഏതോ നൂറ്റാണ്ടിൽ എടുത്ത് കളയേണ്ടതായിരുന്നു, ഇപ്പോഴാണ് നമുക്കതിന് സാധിച്ചത്. എന്നാൽ അന്ന് പ്രതിപക്ഷത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് കാശ്മീരിലുള്ള ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നു എന്നാണ്. നമുക്കില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് കാശ്മീരികൾക്ക് ഇനി വേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് പാർട്ടിയെ പോലുള്ള പാർട്ടികളൊക്കെ കേവലം അധികാരത്തിന് വേണ്ടി ഇതുപോലെ വിഘടനവാദികൾക്ക് വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം അധികാരത്തിന് വേണ്ടി രാജ്യത്തെ കൂട്ടിക്കൊടുക്കരുത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ. അതൊരു പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.